ഇന്ന് രാവിലെ തന്നെ ഒരു ചെറിയൊരു ക്ഷീണവും ചെറിയൊരു പനിയോടെയും കൂടിയായിരുന്നു എമിൻ എണീറ്റത്. ആ ചെറിയൊരു പനിയോടെ കൂടിയിട്ട് ഗുഡ് മോർണിംഗ് കേട്ടാലോ. പുറത്താണെങ്കിൽ മഴ തകർത്ത് പെയ്യായിരുന്നു. പുലർച്ചെ തുടങ്ങിയ മഴയാണെന്നാണ് തോന്നുന്നത്. ഈ മഴയുള്ള സമയത്ത് ഒരു 8, 9, 10 മണി വരെ കിടന്നുറങ്ങുന്ന ആ ഒരു കുട്ടിക്കാലം അതെല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലേ. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും മധുരമുള്ള കുറച്ച് നല്ല നല്ല ഓർമ്മകളായിരിക്കും. ഇവൻ്റെ പണി എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പോൾ ഞാൻ എൻ്റെ പണിയിലോട്ടും കിടക്കട്ടെ. രാവിലെ നമുക്കൊരു 7-7:30 ഉള്ളിൽ നമുക്ക് ഇവിടെയുള്ള അടുത്തുള്ളൊരു ചേട്ടൻ ഇവിടെ പാലും കൊണ്ട് തരാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കും. എന്നിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് നമ്മുടെ പിറകിൽ നിന്ന് മാറില്ല. സോ ആദ്യം നമ്മൾ അവനെ ബ്രഷ് ചെയ്യിക്കുകയും കാര്യങ്ങളും ചെയ്യും. അവൻ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ലവ്ലാപ്പിൻ്റെ നാച്ചുറൽ ബേബി ടൂത്ത് പേസ്റ്റാണ് അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ബ്രഷ് ചെയ്യാന്ന് പറയുന്നത് ഇവനേക്കാൾ മടിയുള്ള ഒരു ചെറുക്കൻ വേറെ ഉണ്ടാവില്ല. കാരണം അത്രയ്ക്ക് പിടിച്ച് വെച്ച് വേണം നമ്മൾ ചെയ്യിക്കാൻ. പക്ഷേ ഈ ടങ് ക്ലീനർ കൊണ്ട് ടങ് ക്ലീൻ ചെയ്യുന്നത് അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബ്രഷ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിലും ടങ് ക്ലീൻ ചെയ്യാൻ അവൻ നന്നായിട്ട് നിന്ന് തരാറുണ്ട്. അങ്ങനെ അതെല്ലാം ഒതുക്കി കഴിയുമ്പോഴത്തേക്കും അവന് ഞാൻ പാല് തിളപ്പിക്കും. പിന്നെ അവന് കുറുക്ക് കൊടുക്കും. അതായത് അതും ഒരു 7-8 മണിയുടെ ഉള്ളിൽ അതെല്ലാം ചെയ്ത് വെക്കും. അങ്ങനെ ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും, അതായത് 9-9:30 സമയമാകുമ്പോഴത്തേക്കും അവന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു മൂഡ് വരുള്ളൂ. കാരണം അത്രയും ഗ്യാപ്പിൽ അവൻ ഉറങ്ങിയ ഒരു ഗ്യാപ്പ് തീർക്കണമെങ്കിൽ നമ്മൾ ചെറുതായിട്ട് പാലും കാര്യങ്ങളൊക്കെ കൊടുത്താലേ അവൻ്റെ വിശപ്പ് മാറുള്ളൂ. പിന്നെ അവന് ബാത്റൂമിലും കാര്യങ്ങളിലും പോകണമെങ്കിൽ അവനെ പാല് കുടിച്ച് കഴിയുമ്പം ആ സമയത്ത് തന്നെ പോവുകയും ചെയ്യും. അതെല്ലാം സെറ്റാക്കും. അങ്ങനെ നിൽക്കും. അപ്പം ഇതിൻ്റെ ഇടയിലാണെങ്കിൽ ഏട്ടനെ കാണാത്ത എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ ഒരു 5:30-6 o'clock ആകുന്ന സമയത്ത് ഏട്ടൻ ജിമ്മിൽ പോവും. 7:30 ആ സമയത്ത്, പിന്നെ 7:30 ആകുമ്പോഴാണ് ഏട്ടൻ റിട്ടേൺ തിരിച്ചു വരുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം ചെറുതായിട്ട് ആൾക്കൊരു മൂഡ് സ്വിങ്സ് വരും. അതായത് എൻ്റെ തോളിൽ കയറാനുള്ളൊരു മൂഡ് സ്വിങ്സ് ആണത്. ഒന്ന് കൊഞ്ചിക്കേണ്ടി വരും അവനെ. കാരണം ഇവനെ നോക്കാൻ ഞാൻ എത്ര എഫേർട്ട് എടുക്കുന്ന സമയത്തും, അത് എത്ര ഞാൻ എഫേർട്ട് എടുത്താൽ പോലും അത് ചില സമയത്ത് എനിക്ക് പോരാന്ന് തോന്നാറുണ്ട്. കാരണം അത് ഞാനാണെങ്കിലും ഏട്ടനാണെങ്കിലും ഞങ്ങൾ നോക്കുന്ന വിധം ശരിയല്ലെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ ഞങ്ങൾ കൂടുതൽ ശ്രമിക്കാറുണ്ട്. അതായത് അവൻ്റെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളും അതുപോലെ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം അവൻ്റെ പ്രായം എന്ന് പറയുന്നത് ഇപ്പോൾ അവനൊരു 2.5 വയസ്സാവാറായി. ഇനി അവൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നത് എന്താണോ, അല്ലെങ്കിൽ അവൻ്റെ ചെവി കൊണ്ട് അവൻ കേൾക്കുന്നത് എന്താണോ, അത് ഞങ്ങളിൽ നിന്നാണ് അവൻ പഠിച്ചു വരുന്നത്. അതാണ് അവൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നത്. അതായത് കുട്ടികൾ സ്വയം ചിന്തിച്ച് പെരുമാറാൻ സ്വയം പ്രാപ്തരാകുന്നത് വരെ അവർക്ക് ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെയാണോ അവരോട് പെരുമാറുന്നത്, അവരെങ്ങനെയാണോ അവരോട് സമീപിക്കുന്നത്, അതുപോലെ തന്നെയായിരിക്കും അവർ നമുക്ക് തിരിച്ചു തരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പം ആദ്യമേ ഞാനും ഏട്ടനും എടുത്ത തീരുമാനത്തിൽ ഒന്നായിരുന്നു, അവൻ്റെ മുന്നിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന ബിഹേവിയറും കാര്യങ്ങളും എല്ലാം അവന് പോസിറ്റീവായി വരുന്ന രീതിയിലായിരിക്കണം എന്നുള്ളത്. പക്ഷേ കൂടുതൽ കാര്യത്തിലും ഞങ്ങൾ കയ്യിൽ നിന്ന് പോവാറുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ ഏതൊക്കെയാണെങ്കിലും അവൻ്റെ ഈ ചെറിയൊരു പ്രായം, അവൻ്റെ ഈ ഒരു പ്രായം എന്ന് പറയുന്നത് കൂടുതലും കുസൃതിയും കാര്യങ്ങളും നിറഞ്ഞൊരു പ്രായമാണ്. അപ്പം അതിനനുസരിച്ചുള്ള നല്ല കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ അവനുണ്ട്. പക്ഷെ അത് എവിടെ നിന്ന് എങ്ങനെ കിട്ടുന്നു എന്നൊന്നും അറിയുന്നില്ല. അത് അവരുടെ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കാം, മേ ബി, എന്താണെന്നറിയില്ല. അത് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരു വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നല്ല അടിയാണ്, നല്ല വെറൈറ്റി അടികൾ വേണമെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ്. നിങ്ങൾക്കാർക്കെങ്കിലും കൈ മടക്കി കാല് ചുരുട്ടി എല്ലാ ടൈപ്പ് അടികളും ഇവിടെ ഉണ്ടാവാറുണ്ട്. എനിക്കും കിട്ടാറുണ്ട്, ഏട്ടനും കിട്ടാറുണ്ട്. പക്ഷേ ഏട്ടന് കിട്ടുന്നത് കുറവാണെന്നാണ് എൻ്റെ ഒരു സംശയം. കാരണം ഏട്ടനോട് അവൻ കുറച്ച് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കാരണം ഞാനെന്തെങ്കിലും ചീത്ത പറയുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഓടുന്നത് കാണാം. പക്ഷേ ഏട്ടൻ ചീത്ത പറഞ്ഞാൽ ഏട്ടൻ്റെ അടുത്ത് തന്നെ തങ്ങി നിൽക്കുന്നത് കാണാം. എൻ്റെ അടുത്തേക്ക് അങ്ങനെ വരാറില്ല. അപ്പോൾ പറഞ്ഞ് അങ്ങ് എത്തി
ഞാനിന്ന് അവിയലും കാര്യങ്ങളൊക്കെ വെക്കാമെന്നായിരുന്നു ഉദ്ദേശിച്ചത്. നമ്മളിവിടെ എല്ലാം കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. കാരണം ഗ്യാസിൻ്റെ മുകളിൽ തന്നെയാണുള്ളതുകൊണ്ട് അത് പെട്ടെന്ന് തീർന്നു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ആവാൻ വേണ്ടി നമ്മൾ കുക്കറിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും വെക്കാറ്. അപ്പം ഞാൻ ആദ്യം ചോറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് അവിയലാക്കി. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, അതും വെച്ചു ഇന്നത്തേക്ക്. കാരണം ഏട്ടൻ ഓഫീസിൽ പോകേണ്ട ദിവസമായിരുന്നു ഇന്ന്. ഓഫീസിൽ പോവില്ലോ എന്നുള്ളതൊന്നും അറിയില്ല, നല്ല മഴയാണ്. അങ്ങനെ അവിയലൊക്കെ ഏകദേശം റെഡിയായി. എനിക്കിപ്പോൾ 3 years ആയിട്ട് തൈറോയിഡിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ഈ തൈറോയിഡ് ഉണ്ടെന്ന് ഞാൻ ഫസ്റ്റ് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നത് ആഫ്റ്റർ മാരേജ് ആയിരുന്നു ഞാൻ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് തൊട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. പിന്നെ പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തൈറോയിഡ് കുറച്ച് ഹൈ ലെവലായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ അതിൻ്റെ ചെറിയൊരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തൈറോയിഡ് പരമായിട്ടുള്ള എല്ലാ ഇഷ്യൂസും കാര്യങ്ങളും എൻ്റെ ബോഡിയിൽ കാണിക്കുന്നുണ്ട് ഇപ്പം. അതിപ്പോൾ ഈ അടുത്താണ് തുടങ്ങിയത്. ഹെയർ ഫോൾസും കാര്യങ്ങളും, ബോഡി വീക്കാവുന്നതും, അങ്ങനെ കുറച്ച് സിംറ്റംസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം ഡോക്ടർ അപ്പോയിൻമെൻ്റ് ഉണ്ട്. നമ്മൾ നാട്ടിലെത്തിയിട്ട് വേണം നമുക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രാവിലെ എണീറ്റ പാടെ ഞാൻ തൈറോയിഡിന് മരുന്ന് കഴിക്കും. എണീറ്റ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആയി എന്ന് തോന്നുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഞാൻ ടാബ്ലറ്റ് എടുക്കും. പിന്നെ ടാബ്ലറ്റ് കഴിഞ്ഞ് ഒരു 15 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ആദ്യം തന്നെ കുടിക്കുന്നത് ഒരു ABC ജ്യൂസ് പോലെ എന്തെങ്കിലും കഴിക്കും. അത് ഡെയിലി ഇല്ല കേട്ടോ, അത് 1.5 ദിവസം ഇടവിട്ടിട്ട് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. പിന്നെ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ഏട്ടൻ പോകാൻ നേരമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സോ അവനാണ് ആദ്യം കൊടുക്കുക. അവന് കഴിക്കുമ്പം തന്നെ ഞാനും കഴിക്കും. പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടാകും ക്ലീൻ ചെയ്യാൻ വേണ്ടി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളെന്താക്കും, അവൻ്റെ കൂടെ കുറച്ച് കളിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി പരിപാടികളെല്ലാം ചെയ്യുക. കാരണം അത്രയും നേരം അവന് വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കളിക്കുമ്പോൾ അവൻ തന്നെ ബോറടിക്കും. സോ അതെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ആശാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.